ബി.ജെ.പി. മന്ത്രിക്കായിട്ട് കോടതി തന്നെ നേരിട്ട് നിർദ്ദേശിച്ച് ഒരു കൈവിലങ്ങ്, പ്രത്യേക കൈവിലങ്ങ് ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ മന്ത്രി പുറം ലോകം കാണില്ല. അതെ, സൈന്യം വളഞ്ഞിട്ട് പിടിച്ചാൽ പിടിച്ചത് തന്നെയാണ്. അവിടെ കോടതി കൂടെ പിടിമുറുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ബി.ജെ.പി. മന്ത്രി പുറം ലോകം കാണുക? അതിന് ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും ശരി, രാജ്യം കാക്കുന്ന സൈന്യത്തിന് മുന്നിൽ അവരൊക്കെ വാ അടച്ചു പിടിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇതാ ഇപ്പൊ കണ്ടതുപോലെ പ്രത്യേക കൈവിലങ്ങ് ഒരുക്കി ഉറപ്പിച്ചു വെക്കും ഈ സൈന്യം. കാരണം അവർക്ക് 140 കോടി ജനങ്ങൾ ഒരേ സ്വരത്തിൽ ഈ സൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് ഇതേ സൈന്യത്തിന് പിന്നാലെ അണിനിരക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തോടൊപ്പം കട്ടക്ക് നിലയുറപ്പിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമ്പോൾ ബി.ജെ.പി. മന്ത്രി ഇതിനെല്ലാം വിരുദ്ധമായി വാ തുറന്ന് വീണാട്ടമാടുകയായിരുന്നു. അവിടെ മോദി പോലും പറഞ്ഞു, ഒന്നും നോക്കണ്ട, പൂട്ടിക്കെട്ടിക്കോളൂ എന്ന്. അതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ 2 പെൺപുലികളെ ഇറക്കിയാണ് നമ്മൾ ഏറ്റുമുട്ടലിലേക്ക് പോയത്. അവിടെയാണ് പെൺപുലികളിൽ ഒരാളായ ആർമി കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ബി.ജെ.പി. മന്ത്രി അവർ ഭീകരവാദികളുടെ സഹോദരി എന്ന് മുദ്ര കുത്തിയത്. ഇവിടെ മധ്യപ്രദേശ് ആദിവാസി ക്ഷേമ മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കെതിരെയാണ് ഇപ്പോൾ കോടതി നേരിട്ട് തന്നെ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 152, 196 1B, 197 1C എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതും. കോടതിയുടെ ഉത്തരവ് പ്രകാരം മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവിന്റെ ഓഫീസ് എക്സിലൂടെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മാൻപൂർ പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് കേസെടുക്കാൻ മധ്യപ്രദേശ് DGPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. പ്രഥമ ദൃഷ്ട്യാ വിജയ് ഷാ നടത്തിയ പരാമർശം കുറ്റകരമാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണവും കണ്ടെത്തലും. കഴിഞ്ഞ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മന്ത്രിയുടെ പരാമർശം അപകടകരമാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. കേസെടുത്തില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി എടുക്കുമെന്ന് വരെ ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജസ്റ്റിസുമാരായ അതുൽ ശ്രീധർ, അനുരാധ ശുക്ല എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു നിർദ്ദേശം. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് മധ്യപ്രദേശ് ഹൈക്കോടതി നടപടി സ്വീകരിച്ചത്. പ്രസംഗത്തിൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് മന്ത്രി വിളിച്ചിരുന്നു. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി അതേ സമുദായത്തിൽ നിന്നുള്ള ഒരു സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്നായിരുന്നു വിജയ് ഷായുടെ വിവാദ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവരുടെ സഹോദരിയെ തന്നെ പാകിസ്ഥാനിലേക്ക് അയച്ചത്. നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തത്. അവർ ഹിന്ദുക്കളെ കൊന്നു, ഞങ്ങളുടെ പെൺമക്കളെ വിധവകളാക്കി, അവരുടെ സിന്ദൂരം തുടച്ചു മാറ്റി. മോദിജി ഒരു സമൂഹത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് എന്നും വിജയ് ഷാ പറഞ്ഞിരുന്നു. എന്നാൽ പ്രസംഗം വിവാദമായതോടെ മന്ത്രി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുകയാണ് ഉണ്ടായത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന സ്വീകരിച്ച നടപടികളെ ബഹുമാനിക്കുന്നു. തന്റെ പരാമർശങ്ങളെ വളച്ചൊടിക്കുന്നവരുടെ വിവേകത്തെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ല. സോഫിയ ഖുറേഷി രാജ്യത്തിന്റെ അഭിമാനമാണ്. തങ്ങൾ 2 സഹോദരിമാരെയും ബഹുമാനിക്കുന്നു എന്നായിരുന്നു വിജയ് ഷായുടെ പ്രതികരണം. തന്റെ പ്രസ്താവന ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 തവണ വേണമെങ്കിലും ക്ഷമാപണം നടത്താൻ തയ്യാറാണ് എന്നും സഹോദരിയേക്കാൾ കേണൽ ഖുറേഷിയെ താൻ ബഹുമാനിക്കുന്നു എന്നും മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. പൂട്ട് വീണാൽ വീണതാണ്.